Hi friends, ഏവർക്കും Joppans കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ടേസ്റ്റിയായ ഒരു ചക്കയപ്പം റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ 3 കപ്പോളം കുരു കളഞ്ഞ് വൃത്തിയാക്കിയ വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂഴച്ചക്ക എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് എല്ലാ ചക്കപ്പഴങ്ങളും ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ചക്കപ്പഴങ്ങളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ചക്കപ്പഴങ്ങളെല്ലാം ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 5 പീസ് ശർക്കര ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ശർക്കരപ്പാനിയാക്കി എടുക്കാം. ശർക്കരപ്പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്കപ്പൽപ്പിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനീയത്തിന്റെ പകുതി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനീയം കൂടി ഒന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടനയിലയാണ് എടുത്തിരിക്കുന്നത്. ഇല ഇങ്ങനെ കോൺ ഷേപ്പിൽ മടക്കിയെടുത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഈ ബാറ്റർ ഒന്ന് നല്ലതുപോലെ ഫിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എടനയില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാഴയില ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ അപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു ഇഡലി പാത്രത്തിൽ വെച്ച് 7 മുതൽ 8 മിനിറ്റോളം നല്ലതുപോലെ ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കമന്റിലൂടെ സെൻഡ് ചെയ്യുക. ഞാൻ റിൻസി ജോബിഷ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.